നമസ്കാരം, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. ലാസ്റ്റ് ഗ്രേഡ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം ഇതാണ്: കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്ന വർഷം. കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്ന വർഷം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? 1998 ആണ്. ഇത് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിൽ ഓൾറെഡി ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് മാർക്ക് ചെയ്ത് കാണുന്നുണ്ട്. പക്ഷെ അതിൽ എല്ലാം ചിലപ്പോൾ ശരിയാണെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഞാൻ ഈ റെഡ് മാർക്ക് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്നത് എന്നായിരുന്നു? 1998 17 മെയ്യിനാണ്. 17 മെയ് 1998 ഇനി അടുത്തത് 2013 മികച്ച നടനുള്ള ഭരത് അവാർഡ് ജേതാവ് ആരായിരുന്നു? 2013 മികച്ച നടനുള്ള ഭരത് അവാർഡ് കിട്ടിയത്, നാഷണൽ അവാർഡ് കിട്ടിയത് ആർക്കായിരുന്നു? അത് ശ്രീ സുരാജ് വെഞ്ഞാറമൂടിനായിരുന്നു. ഇപ്പൊ എല്ലാവർക്കും അറിവുള്ളതാണ്. ശ്രീ സുരാജ് വെഞ്ഞാറമൂടിനാണ് 2013 മികച്ച നടനുള്ള നാഷണൽ അവാർഡ് ലഭിച്ചത്. അത് ഏത് മൂവിക്കായിരുന്നു? അത് പേരറിയാത്തവൻ എന്ന മൂവിക്കായിരുന്നു. ഇനിയിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇനിയിപ്പോ ചോദിക്കുവാണെങ്കിൽ 2023 നാഷണൽ അവാർഡ് ലഭിച്ചിരിക്കുന്നത് 2 പേർക്കാണ്. ഹിന്ദി മൂവീസിൽ നിന്നാണ്. ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസിയാണ് അവാർഡ് പങ്കിട്ടത്. ISROയുടെ ചെയർമാൻ ഇത് പണ്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇപ്പോ അതിന്റെ ആൻസർ ആരാണ്? വി നാരായണൻ. അദ്ദേഹമാണ് ISROയുടെ ചെയർമാൻ. കേരളത്തിൽ പ്രതിശീർഷ വരുമാനം കൂടുതലുള്ള ജില്ല. പ്രതിശീർഷ വരുമാനം കൂടുതലുള്ള ജില്ല ഏതാണ്? എറണാകുളം ആണ് പ്രതിശീർഷ വരുമാനം കൂടുതലുള്ള ജില്ല എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഒരു ഓർഡറിൽ ഇപ്പൊ ഒരു 5 സ്ഥാനം വരെ പറയുവാണെങ്കിൽ ആ ഓർഡർ ഇങ്ങനെയാണ്: ഫസ്റ്റ് എറണാകുളം, സെക്കൻഡ് കണ്ണൂർ, തേർഡ് വരുന്നത് കൊല്ലം, അടുത്തത് 4th സ്ഥാനത്ത് വരുന്നത് തൃശൂർ, പിന്നെ കോട്ടയം. അങ്ങനെയാണ്. എറണാകുളം, കണ്ണൂർ, കൊല്ലം, തൃശൂർ, കോട്ടയം എന്നാണ്. ഇപ്പോ ഇവിടെ തൃശൂരുണ്ട് 3rd പൊസിഷനിലുള്ള ഇവിടെ കൊടുത്തിട്ട്, 4th പൊസിഷനിലുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊന്നും ഇതിൽ വരുന്നില്ല. ഇനി പ്രതിശീർഷ വരുമാനം ഏറ്റവും കുറവ് എന്നുകൂടി ഓർത്തു വെക്കുക. ഏറ്റവും കുറവ് എവിടെയാണ്? മലപ്പുറത്താണ്. മലപ്പുറത്താണ് ഏറ്റവും കുറവ് പ്രതിശീർഷ വരുമാനം. ടാനിൻ ഏത് വ്യവസായത്തിൽ നിന്ന് ലഭിക്കുന്ന ഉൽപ്പന്നമാണ്? ടാനിൻ എന്ന് പറയുന്നത് കശുവണ്ടി വ്യവസായത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. കശുവണ്ടി വ്യവസായം അല്ലെങ്കിൽ കാഷ്യൂ ഹസ്കിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് ഈ ടാനിൻ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ഇനി കോട്ടയ്ക്കൽ ശിവരാമൻ കഥകളിയുടെ ഏത് മേഖലയിലാണ് പ്രശസ്തനായത്? കോട്ടയ്ക്കൽ ശിവരാമൻ അദ്ദേഹം വേഷമാണ്, കഥകളി വേഷമാണ്, കഥകളി ആർട്ടിസ്റ്റ് ആണ് അദ്ദേഹം. പ്രധാനമായിട്ടും ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി. ഫീമെയിൽ റോൾസ് കൈകാര്യം ചെയ്തിരുന്ന ആളായിരുന്നു അദ്ദേഹം. ഇനി അടുത്ത ചോദ്യം: അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ഏക താരം. അതായത് സെഞ്ചുറി എന്ന് പറയുന്നത് നമുക്കറിയാം 100 റൺസ് 100 ടൈംസ് നേടിയ ഏക താരം എന്ന് പറയുന്നത് ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ആരാണ്? നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്: ലോകസഭയിലേക്ക് ഒരു പ്രതിനിധിയെ മാത്രം അയക്കാൻ കഴിയുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം. ലോകസഭയിലേക്ക് ഒരു പ്രതിനിധിയെ മാത്രം അയക്കാൻ കഴിയുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അത് 3 സംസ്ഥാനങ്ങളാണ് അതിന്റെ ആൻസർ വരുന്നത്. ഇനി ഏതൊക്കെ സംസ്ഥാനങ്ങളാണെന്നും കൂടി ഞാൻ ജസ്റ്റ് പറയാം. ഒന്ന് വരുന്നത് മിസോറാം ആണ്. ഓക്കെ, ഒന്ന് മിസോറാം. അടുത്തത് വരുന്നത് നാഗാലാൻഡ് ആണ്. മൊത്തം എഴുതുന്നില്ല ഇവിടെ. അടുത്തത് വരുന്നത് സിക്കിം ആണ്. സിക്കിം, മിസോറാം, നാഗാലാൻഡ്, സിക്കിം എന്നീ 3 സംസ്ഥാനങ്ങളിൽ ഒരു പ്രതിനിധി മാത്രമേ ഉള്ളൂ ലോക്സഭയിലേക്ക്. അപ്പൊ നമുക്കറിയാം ലോക്സഭയിൽ ഇപ്പോ ആണെങ്കിൽ 543 പ്രതിനിധികളാണ് ഉള്ളത് അല്ലെ. 543 പേരാണ്. അതായത് 530 പേര് നമ്മുടെ സ്റ്റേറ്റിൽ നിന്നും പിന്നെ 13 പേര് യൂണിയൻ ടെറിട്ടറീസിൽ നിന്നുമാണ് ഉള്ളത്. ഇപ്പൊ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇനി ഈ ഒരു തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്ന് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾ ഇല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് 2 പേരെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളായിട്ട് നോമിനേറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും അറിയാം. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? തിരുവനന്തപുരമാണ്. ആദ്യത്തെ ടെക്നോ പാർക്ക് IT പാർക്ക് വന്നത് തിരുവനന്തപുരത്താണ്. അത് നമ്മുടെ EK നായനാർ അദ്ദേഹത്തിന്റെ സമയത്തായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്തായിരുന്നു. അവിടെ അത് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ഡേറ്റ് എന്ന് പറയുന്നത് 18 നവംബർ 1990 ഈ ആദ്യത്തെ ടെക്നോ പാർക്ക് തിരുവനന്തപുരത്ത് വരുന്നത്. ഇന്ത്യൻ സ്പോർട്സിലെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ സ്പോർട്സിലെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നത് ആരായിരുന്നു?
ക്യൂൻ ഓഫ് ഇന്ത്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് എന്നുകൂടി അറിയപ്പെടുന്ന ശ്രീമതി PT ഉഷയാണ്. ഗോൾഡൻ ഗേൾ PT ഉഷ, ക്യൂൻ ഓഫ് ഇന്ത്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് എന്നുകൂടി അവരെ വിശേഷിപ്പിക്കപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ തെക്കു ഭാഗത്ത് കിടക്കുന്ന അയൽ രാജ്യം. ഇന്ത്യയുടെ തെക്കു ഭാഗത്ത് കിടക്കുന്ന അയൽ രാജ്യം ഏതാണ്? ശ്രീലങ്ക. സിലോൺ എന്നായിരുന്നു പണ്ടത്തെ പേര്. അടുത്ത, നൈനിറ്റാൾ എന്ന ടൂറിസ്റ്റ് കേന്ദ്രം ഏത് സംസ്ഥാനത്തിലാണ്? ഇവിടെ കൊടുത്തിരിക്കുന്നത് ആൻസർ ഇല്ല. നൈനിറ്റാൾ എന്ന് പറഞ്ഞത് ഏത് സംസ്ഥാനത്തിലാണ് വരുന്നത്? അത് ഉത്തരാഖണ്ഡിലാണ്. അപ്പൊ അത് പ്രത്യേകം ഓർക്കുക. നൈനിറ്റാൾ എവിടെയാണ്? ഉത്തരാഖണ്ഡ്. സോറി, ഇവിടെ എഴുതിയിട്ടത് കറക്റ്റ് ആവുന്നില്ല. ഇപ്പം ഉത്തരാഖണ്ഡാണ്, പ്രത്യേകം നോട്ട് ചെയ്യാം. ഇന്ത്യൻ എയർലൈൻസിന്റെ ആസ്ഥാനം എവിടെയാണ്? ഇന്ത്യൻ എയർലൈൻസിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ് ഇന്ത്യൻ എയർലൈൻസിന്റെ ആസ്ഥാനം. അടുത്ത ചോദ്യം, ത്രിപുരയുടെ ഔദ്യോഗിക ഭാഷ. ത്രിപുരയുടെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് ബംഗാളി ഭാഷയാണ്. ശരിക്കും ഔദ്യോഗിക ഭാഷ അല്ലെങ്കിൽ ഒഫീഷ്യൽ ലാംഗ്വേജ് 3 എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ബംഗാളി ഭാഷ, അതുപോലെ ഇംഗ്ലീഷ്, ദെൻ കോക്ബറോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഷയും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ത്രിപുരയുടെ ഔദ്യോഗിക ഭാഷയായിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്നില്ല, ബംഗാളിയാണ്. ഈ ത്രിപുര എന്ന് പറയുന്ന സംസ്ഥാനം നേരത്തെ യൂണിയൻ ടെറിട്ടറി ആയിരുന്നു. അപ്പൊ അതുകൂടി ഒന്ന് പറയാം. അതായത് 1956 നവംബർ 1 അതായത് നമ്മുടെ കേരളം നിലവിൽ വന്ന, അല്ലെങ്കിൽ കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട ആ സമയത്ത് ഈ ഒരു ത്രിപുര എന്ന് പറയുന്നത് ഒരു യൂണിയൻ ടെറിട്ടറി ആയിട്ട് പ്രഖ്യാപിച്ചു. അതിനുശേഷം 21 ജനുവരി 1972 ത്രിപുര ഒരു സ്റ്റേറ്റ് ആയി മാറിയത്. അങ്ങനെ ആ സ്റ്റേറ്റ് ആയി മാറാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഒരു റീ ഓർഗനൈസേഷൻ ആക്ട് ഉണ്ടായിരുന്നു. അതായത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിന്റെ റീ ഓർഗനൈസേഷൻ ആക്ട് 1971 ആക്ട് ആണത്. അപ്പൊ ആ 1971 റീ ഓർഗനൈസേഷൻ ആക്ട് പ്രകാരമാണ് യൂണിയൻ ടെറിട്ടറി ആയിരുന്ന ത്രിപുര സ്റ്റേറ്റ് ആയി മാറിയത്. ഇനി അതിന്റെ തലസ്ഥാനം കൂടി ഒന്ന് ഓർത്തു വെക്കുക. അഗർത്തലയാണ് അതിന്റെ തലസ്ഥാനം, ത്രിപുരയുടെ തലസ്ഥാനം. ഇന്ത്യൻ അണുശാസ്ത്രത്തിന്റെ പിതാവാണ് ഹോമി ജെ ഭാഭ. H. J. ഭാഭയാണ് ഇന്ത്യൻ അണുശാസ്ത്രത്തിന്റെ പിതാവ്. ഏറ്റവും അധികം കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം. ഏറ്റവും അധികം കടൽ തീരം ഉള്ളത് എവിടെയാണ്? ഗുജറാത്തിലാണ്, അല്ലെ? ഗുജറാത്തിലാണ്. ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ അല്ലെങ്കിൽ ബാർക്ക്, അല്ലെ? ബാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ട്രോംബെ, മുംബൈയിലെ ട്രോംബെയിലാണ് ബാർക്ക് സ്ഥിതി ചെയ്യുന്നത്. BARC. ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച വർഷം ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമാണ്, ഇന്ത്യ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ഉപഗ്രഹമാണ് ആര്യഭട്ട. അപ്പൊ അത് എന്നാണ് വിക്ഷേപിച്ചത് എന്നാണ് ചോദിക്കുന്നത്. 1975 അത് ഡേറ്റ് പറയുവാണെങ്കിൽ 19 ഏപ്രിൽ ആണ്. അതുകൂടി ഒന്ന് ഓർത്തോളുക. 19 ഏപ്രിൽ 1975 ആര്യഭട്ട വിക്ഷേപിച്ചത്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ വർത്തമാന പത്രം, ഫസ്റ്റ് ന്യൂസ് പേപ്പർ ഇൻ ഇന്ത്യ, അത് ഏതായിരുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ വർത്തമാന പത്രം ബംഗാൾ ഗസറ്റ് ആണ്. ഏതാണ്? ബംഗാൾ ഗസറ്റ് ആണ്. അത് ആരാണ് ഈ ബംഗാൾ ഗസറ്റ് അത് പബ്ലിഷ് ചെയ്തത് ചോദിച്ചാൽ ജെയിംസ് അഗസ്റ്റസ് ഹിക്കി അല്ലെങ്കിൽ JA ഹിക്കി, അദ്ദേഹമാണ്. അത് ബ്രിട്ടീഷുകാരനായിരുന്നു. അദ്ദേഹമാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്തത്. അപ്പൊ ഈ ഒരു ഇതിന്റെ മറ്റൊരു പേരുണ്ടായിരുന്നു ഈ ബംഗാൾ ഗസറ്റ് എന്ന് കൂടാതെ കൽക്കട്ട ജനറൽ അഡ്വൈസർ എന്നും കൂടി അറിയപ്പെടുന്നു. കൽക്കട്ട ജനറൽ അഡ്വൈസർ എന്നും ഈ ഒരു പത്രം അറിയപ്പെട്ടിരുന്നു. ജനങ്ങൾ പക്ഷേ ഇത് വിളിച്ചിരുന്നത് അല്ലെങ്കിൽ ഈ ഒരു പത്രത്തെ പറഞ്ഞിരുന്നത് ഹിക്കീസ് ഗസറ്റ് എന്നാണ്. ഹിക്കീസ് ഗസറ്റ്, അദ്ദേഹമാണല്ലോ അത് കൊണ്ടുവന്നത് കൊണ്ട്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ നിലയമായ ശ്രീഹരിക്കോട്ട ഏത് സംസ്ഥാനത്തിലാണ്? ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ നിലയമായ ശ്രീഹരിക്കോട്ട ഏത് സംസ്ഥാനത്തിലാണ്? ആന്ധ്രാപ്രദേശ്, അല്ലെ? ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ നിലയമായ ശ്രീഹരിക്കോട്ട എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ്? മീററ്റിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്.
1857 മെയ് 10 അല്ലെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ശ്രീ WC ബാനർജിയാണ്. WC ബാനർജി ആയിരുന്നു ആദ്യത്തെ പ്രസിഡന്റ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ആരായിരുന്നു? ശ്രീ ക്ലെമൻ അറ്റ്ലി ആയിരുന്നു. ക്ലെമൻ റിച്ചാർഡ് അറ്റ്ലി ആയിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി. ആദ്യമായി ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ഇന്ത്യക്കാരൻ ആരാണ്? ആദ്യമായിട്ട് ബ്രിട്ടീഷ് MP ആയ ഇന്ത്യക്കാരൻ ആരായിരുന്നു? ഇതിൽ ആൻസർ കൊടുത്തിട്ടില്ല. അതിന്റെ ആൻസർ ആരാണ്? ദാദാബായ് നവറോജി ആണ് ആദ്യമായിട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് മെമ്പർ ആയ ഇന്ത്യക്കാരൻ. ഓക്കെ, ഈ ഒരു പെന്ന് എഴുതാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്, ക്ഷമിക്കുക. സതി, ജാതി വ്യവസ്ഥ, ബാലവിവാഹം അല്ലെങ്കിൽ ബാല്യവിവാഹം എന്നിവയ്ക്കെതിരെ സമരം നടത്തിയ പ്രസ്ഥാനം ഏതായിരുന്നു? അത് ഏത് പ്രസ്ഥാനമായിരുന്നു? ബ്രഹ്മസമാജം അല്ലെ. സതി എന്ന് കേൾക്കുമ്പോൾ തന്നെ അവിടെ കിട്ടിക്കഴിഞ്ഞു. ബ്രഹ്മസമാജമായിരുന്നു. ഈ ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകർ എന്ന് പറയുമ്പോൾ ശ്രീ രാജാറാം മോഹൻ റോയ്, അതുപോലെ രാജാറാം മോഹൻ റോയ് ആയിരുന്നു അതിന്റെ പ്രധാന വക്താവ്. അപ്പോ ബ്രഹ്മസമാജം എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 1828 1828 ഓഗസ്റ്റ് 20 ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. കൽക്കട്ടയിലായിരുന്നു. അടുത്ത ചോദ്യം, പാകിസ്ഥാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച വ്യക്തി ആര്? പാകിസ്ഥാൻ എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ച വ്യക്തി. അങ്ങനെ ഒരു ഐഡിയ ഓഫ് പാകിസ്ഥാൻ ആദ്യമായി കൺസീവ് ചെയ്തത്, അത് അവതരിപ്പിച്ച ആളെന്ന് പറയുന്നത് റഹ്മത്ത് അലി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. റഹ്മത്ത് അലി. പക്ഷെ വേറൊരു സ്റ്റേറ്റ് വേണം, ഇന്ത്യ മാത്രമല്ല, ഇന്ത്യ അല്ലാതെ വേറൊരു സ്റ്റേറ്റ് വേണം എന്നൊരു ആശയം ആദ്യമായിട്ട് കൊണ്ടുവന്നത് ശ്രീ മുഹമ്മദ് ഇക്ബാൽ ആയിരുന്നു. പക്ഷെ പാകിസ്ഥാൻ എന്ന ആ ഒരു വേർഡ്, ആ ഒരു ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ശ്രീ റഹ്മത്ത് അലി ആയിരുന്നു. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ആര്? ഇന്ത്യയെ കണ്ടെത്തൽ, ഡിസ്കവറി ഓഫ് ഇന്ത്യ, അത് ആരുടെ കൃതിയാണ്? ശ്രീ ജവഹർലാൽ നെഹ്റു രചിച്ചതാണ് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് ആര്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, അത് ആരാണ് നേതൃത്വം നൽകിയത്? ജനറൽ ഡയർ ആയിരുന്നു. ജനറൽ ഡയർ ആണ് അതിന് നേതൃത്വം നൽകിയത്. അതിനുവേണ്ടിയുള്ള ഓർഡർ ഇട്ടതെന്ന് പറഞ്ഞാൽ മൈക്കേൽ ഒ ഡയർ ആണ്. മൈക്കേൽ ഒ ഡയർ, ആ ഒരു 2 പേരുകളും ചിലപ്പോൾ ഓപ്ഷനിലും കൊടുക്കാറുണ്ട് തെറ്റിക്കാനായിട്ട്. അപ്പൊ അതിനകത്ത് ഈ മൈക്കേൽ ഒ ഡയർ, അദ്ദേഹത്തെ 1940 മാർച്ച് 13 നമ്മുടെ ഇന്ത്യക്കാരനായ ഉദ്ധം സിംഗ് അവിടെ ലണ്ടനിൽ ചെന്ന് വധിക്കുകയുണ്ടായി. ഓക്കെ, അത് ഈ ഒരു അമൃത്സർ ഈ ഒരു കൂട്ടക്കൊല ഉണ്ടായ സമയത്ത് പഞ്ചാബിലെ ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്നു മൈക്കേൽ ഒ ഡയർ. ഈ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ആള് ജനറൽ ഡയർ ആയിരുന്നു. ഈ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്നാണ് ഡേറ്റ് ചോദിക്കാറുണ്ട്. 13 ഏപ്രിൽ. 13 എന്ന് പറയുന്ന ആ നമ്പർ വളരെ മോശപ്പെട്ട നമ്പറായിട്ട് പലപ്പോഴും കണക്കാക്കപ്പെടാറുണ്ട് അല്ലെ. 13 ഏപ്രിൽ 1919 ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല. വാഗൺ ട്രാജഡിയിൽ മരിച്ച ഭടന്മാർ ഏത് സമരത്തിൽ പങ്കെടുത്തവരാണ്? വാഗൺ ട്രാജഡിയിൽ മരിച്ചവര് പ്രിസണേഴ്സ്, ശരിക്കും പറഞ്ഞ ഒരു 64 പ്രിസണേഴ്സ് ആണ് മരിച്ചത്. അത് എന്നായിരുന്നു ഇത് സംഭവിച്ചതെന്ന് വെച്ചാൽ 20 നവംബർ 1921 ഈ ഖിലാഫത്ത് പ്രസ്ഥാനവുമായൊക്കെ ബന്ധപ്പെട്ട് നമ്മുടെ മലബാർ പ്രദേശത്ത് നടന്ന മാപ്പിള ലഹള, അതിനെ തുടർന്നാണ് ഈ വാഗൺ ട്രാജഡി നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഖിലാഫത്ത് ആയിരിക്കും കൂടുതൽ അപ്രോപ്രിയേറ്റഡ് ആൻസർ. ഈ നടന്നത് മലബാർ മേഖലയിൽ നടന്നതായിരുന്നു. ഇനി അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള ഇന്ത്യയുടെ പ്രധാന പ്രതിസന്ധി ഏതായിരുന്നു? സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യ നേരിട്ട പ്രധാന പ്രതിസന്ധി എന്ന് പറയുന്നത് പലതരത്തിലുള്ള ജാതീയവും വർഗീയവുമായ ലഹളകളും കാര്യങ്ങളൊക്കെയാണ്. അതായത് വർഗീയ ലഹള എന്ന് തന്നെ പറയാം. കുറച്ചും കൂടി അപ്രോപ്രിയേറ്റ് ഉള്ള ആൻസർ ഇതിൽ ഓപ്ഷൻ സി തന്നെയാണ്. ഇന്ത്യയുടെ ദേശീയ കായിക ഇനം ഏതാണ്? ഹോക്കിയാണ് അല്ലെ. ഹോക്കിയാണ് ഇന്ത്യയുടെ ദേശീയ കായിക ഇനം എന്ന് പറയുന്നത്, സ്പോർട്സ് ഐറ്റം. ഇപ്പൊ ഈ ഹോക്കിയുടെ കാര്യം പറയുമ്പോഴും പലപ്പോഴും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം കൂടിയാണ്, നമ്മുടെ ഇപ്പോഴത്തെ ഹോക്കി ക്യാപ്റ്റൻ ആരാണ്? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ എന്താണ് ആൻസർ? ശ്രീ മൻപ്രീത് സിംഗ് പവാർ ആണ് ഇപ്പോഴത്തെ ഹോക്കി ക്യാപ്റ്റൻ, ഇന്ത്യൻ ക്യാപ്റ്റൻ.
ഒന്നാം പഞ്ചവത്സര പദ്ധതി നിലവിൽ വന്ന വർഷം, ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 നിലവിൽ വന്നത്. 51 തൊട്ട് 56 വരെയായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി. അടുത്തത് മൗലിക അവകാശങ്ങളുടെ ശില്പി. ആരാണ് മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത്? ശ്രീ വല്ലഭായ് പട്ടേലാണ് അല്ലെ. വല്ലഭായ് പട്ടേലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ആ ഒരു ആർക്കിടെക്ട് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ശ്രീ വല്ലഭായ് പട്ടേലാണ്. ഗവർണറുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ നിർവഹിക്കുന്നത് ആരാണ്? ഗവർണർ ഇല്ലെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. സംസ്ഥാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് അദ്ദേഹത്തിന്റെ ചുമതലകൾ നിർവഹിക്കുക. മനുഷ്യാവകാശ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം. ഇപ്പോ ഇന്ത്യയുടെ ആംനസ്റ്റി ഇന്റർനാഷണൽ ആസ്ഥാനം ഹെഡ്ക്വാർട്ടേഴ്സ് ബാംഗ്ലൂരാണ്. ഇന്റർനാഷണൽ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് കണ്ടാൽ അറിയാം. അപ്പൊ അതിന്റെ ആസ്ഥാനം ലണ്ടൻ ആണ്. ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതി. ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ഭാരതരത്നം. അടുത്ത ക്വസ്റ്റ്യൻ, നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരായിരുന്നു? ശ്രീ രവീന്ദ്രനാഥ ടാഗോറിനാണ് നൊബേൽ സമ്മാനം ലഭിച്ചത്, ഗീതാഞ്ജലിക്ക് അല്ലെ. രാജ്യത്തിന്റെ സർവ്വ സൈന്യാധിപനും തലവനും ആരാണ്? അത് പ്രസിഡന്റ്, ഇന്ത്യൻ പ്രസിഡന്റ് അല്ലെങ്കിൽ രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നറിയപ്പെടുന്നത് ഏതാണ്? നമ്മുടെ ഇന്ത്യ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. പോപ്പുലേഷന്റെ കാര്യത്തിൽ 2ാം സ്ഥാനം. അങ്ങനെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ റിപ്പബ്ലിക് എന്ന് പറയുന്നത് ഇന്ത്യയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആര്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. പ്രസിഡന്റ്. കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതി. ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതി ഈ കൊടുത്തിരിക്കുന്നതിൽ മീൻവല്ലമായിരുന്നു. മീൻവല്ലം എന്ന് പറഞ്ഞത് ജില്ലാ പഞ്ചായത്തിന്റെ അതിന്റെ സപ്പോർട്ടോടുകൂടി സ്റ്റാർട്ട് ചെയ്തതായിരുന്നു മീൻവല്ലം എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും പാലക്കാട് ജില്ലയിലാണ് ഈ മീൻവല്ലം ഉള്ളത്. പാലക്കാട് ജില്ലയില് മണ്ണാർക്കാട് താലൂക്കിലുള്ള ഒരു ജില്ലാ പഞ്ചായത്താണ് മീൻവല്ലം. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ നദി. പെരിയാർ നദിയിലാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത്. മലപ്പുറം ജില്ലയിൽ വരുന്ന മത്സ്യബന്ധന തുറമുഖം. മലപ്പുറം എന്ന് പറയുമ്പോൾ അറിയാം പൊന്നാനി, മത്സ്യബന്ധന തുറമുഖമാണ് പൊന്നാനി. താഴെ പറയുന്നവയിൽ പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്ന നദി. പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്ന നദി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതില് ഭവാനിയാണ്, തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്നതാണ്. പാലക്കാട് ജില്ലയിലൂടെയാണ് അത് കടന്നു പോകുന്നത്. ഭവാനി. കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം. കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം എന്ന് പറയുന്നത്, അപ്പൊ ഇതിൽ 2 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് ചൂളന്നൂർ പീകോക്ക് സാങ്ച്വറി ഉണ്ട്, നമുക്കറിയാം ചൂളന്നൂർ സാങ്ച്വറി ഉണ്ട്. അതുകൂടാതെ മയിലാടും പാറ എന്ന് പറയും അല്ലെ, പീകോക്ക് ഫോൾ എന്ന് പറയുന്നുണ്ട് അവിടെ. അപ്പൊ ഇത് രണ്ടും ശരിക്കും ശരിയാണ്, മയിലാടും പാറ അല്ലെങ്കിൽ ചൂളന്നൂർ സാങ്ച്വറി. അപ്പോ ഇത് ഞാൻ ആൻസർ ആയിട്ട് കൊടുക്കുന്നു. അപ്പൊ രണ്ടും വേറെ വേറെ ആൻസേഴ്സ് ആയിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്താലും ശരിക്കും മയിലാടും പാറയും കറക്റ്റ് ആയിട്ട് വരും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക ആൻസർ. അപ്പൊ ഈ ഒരു സീരീസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. സപ്പോർട്ട് ചെയ്യാനായിട്ട് ലൈക്ക് ചെയ്തും മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തും കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം, കൃത്യമായി ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക. അപ്പോൾ കമന്റ്സ് അറിയിക്കുക. താങ്ക് യു വൺസ് അഗെയിൻ.